ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ മച്ചമ്പിയുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഓക്കെ. ഓക്കെ. അതായത് നിങ്ങളുടെ മച്ചമ്പി എന്ന് പറയുമ്പോഴേ ഇപ്പൊ വീണടം വിഷ്ണു ലോകം അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഇപ്പൊ ഒരു സ്ഥലത്ത് വീണെന്ന് വിചാരിക്കുക. അപ്പൊ അതൊരു മണ്ണായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വീഴുക. ആ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളിപ്പോ വീണ് കഴിഞ്ഞാൽ മണ്ണൊക്കെ പറ്റുമല്ലോ. അപ്പൊ മണ്ണ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണിനെ കുറ്റം പറയുന്ന ആളാണ് നിങ്ങളുടെ മച്ചമ്പി. ഈ മണ്ണിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മണ്ണിനെ കുറ്റം പറയും, മണ്ണിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പൊക്കി പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ആള്. പക്ഷെ പുള്ളിയുടെ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ അശ്രദ്ധ കൊണ്ടോ ആണ് അവിടെ വീണത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അതൊന്നുമല്ല. ആ ഒരു മണ്ണിനെ വരെ വെറുതെ വിടാത്ത ഒരു ആളാണ് നിങ്ങളുടെ ആള്. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ പല സ്ഥലങ്ങളിലും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് ഇങ്ങനെ പാറി പറന്ന് നടക്കണം. ഒരു എന്താ പറയാ, ഈ കൊക്ക് പറ കോഴി പറ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പാറി പറന്ന് നടക്കണം. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒരുപാട് ട്രാവലിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി അത് എത്തിപ്പിടിക്കാൻ വേണ്ടി ഡ്രീമൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുക. മനസ്സുകൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പല സിറ്റുവേഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇത്തിരി പാറിപ്പറന്ന് നടക്കുന്ന ഒരു സ്വഭാവം. ചിലപ്പോൾ ആള് ഫിസിക്കലി വീട്ടിലുണ്ടാവും, പക്ഷെ മനസ്സുകൊണ്ട് പാറിപ്പറന്ന് നടക്കും. അപ്പൊ ആ പാറിപ്പറന്ന് നടക്കുമ്പോൾ ചില സ്ഥലത്ത് വിശ്രമിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റുമേടിക്കുക. കാരണം നിങ്ങളുടെ ആൾക്കൊരു വിചാരമുണ്ട്, ഇവരെ കഴിഞ്ഞേ ബുദ്ധിമാനുള്ളൂ, ഇവരെ കഴിഞ്ഞേ ബുദ്ധിമതിയുള്ളൂ, വേറെ ഈ ലോകത്ത് ബുദ്ധിമാനും ബുദ്ധിമതിയൊന്നും ഇല്ല, ഇവരെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല, ഇവരെ പറ്റിക്കാനോ ഇവരെ എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്യാനോ ആർക്കും പറ്റത്തില്ല, ഇവരാണ് എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തിന്റെ കീഴിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ ഇവർക്കറിയാം. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഒരു വികാരങ്ങളും വിചാരമൊക്കെ ഉള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ഈ സ്ത്രീ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം എന്താ? വേറെ ആരും കാണൂലാന്ന്. ഈ ലോകം പലതും പല രീതിയിൽ കാണുന്നുണ്ടെന്ന് ആക്ച്വലി അറിയുന്നില്ല. അതാണ് എൻ്റെ ഒരു മിസ്റ്റേക്ക്. ഇവിടെ പല രീതിയിലുള്ള ഒരു അതായത് ഒന്നല്ലെന്നുണ്ടെങ്കിൽ പല സീക്രട്ട് ആയിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും എന്തെങ്കിലും ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടാകാം. അതും അല്ലാന്നുണ്ടെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി കാരണം പുള്ളി എന്താ പറയാ, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പല കാര്യങ്ങൾക്കും സ്വയരക്ഷ നേടാൻ വേണ്ടി, എൻ്റെ ശരീരത്തിന് മുറിവേൽക്കരുത്, എൻ്റെ മനസ്സിന് മുറിവേൽക്കരുത്, എൻ്റെ ഭാവി നല്ല രീതിയിൽ നടത്തണം എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പോ എൻ്റെ അല്ല, നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഇതുകൊണ്ട്
സീക്രട്ടായിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് മനസ്സമാധാനം, സീക്രട്ടായിട്ട് സന്തോഷം, സീക്രട്ടായിട്ട് ഒരു പുതുമ തേടിയുള്ള ഒരു എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്താ പറയാ തേടി പോകുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കും. കാരണം അവിടെയൊക്കെ സ്റ്റക്കാണ്. അവിടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ എവിടെ പോയാലും അവിടെ കുറച്ച് നാളിങ്ങനെ സ്റ്റക്ക് ചെയ്ത് നിൽക്കും. എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയി അവിടെയൊക്കെ എന്താണ് ഏതാണ്, ഹലോ മോളുസേ എന്താണ്, ഹലോ ചേട്ടായി എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു എനർജി. കാരണം പുതുമ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പുതുമ തേടി പോകുന്ന ഒരു എനർജി ഒരു 60% ആളുകളുടെ വ്യക്തിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഒന്നില്ലെങ്കിൽ നിങ്ങളോടായിരിക്കാം വാക്കുതർക്കങ്ങൾ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാവരോടും, അതായത് ഈ വ്യക്തിനെ എതിർക്കുന്ന, ഈ വ്യക്തിനെ എന്താ പറയാ ഒരു നല്ല കാര്യങ്ങളിലോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ആളുകളോട് പൊതുവെ എന്താ പറയാ വാളെടുത്ത് വീശും. അത് ചിലപ്പോൾ സംസാരം കൊണ്ട് ഉള്ള വാളുകളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കയ്യാങ്കളി കളിക്കുന്നതായിരിക്കാം. കയ്യാങ്കളി എന്ന് പറയുമ്പോൾ തല്ലുക, ഇടിക്കുക, അങ്ങനെയുള്ള അബ്യൂസ്മെന്റ്സ്, അങ്ങനെയുള്ള പരിപാടികളായിരിക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളോടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളോടായിരിക്കാം. ഇവിടെ അങ്ങനെ, അതായത് ഇവര് എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര നമ്മൾ കലക്കൻ പ്രോത്സാഹനം കൊടുക്കണം. ആ കലക്കൻ പ്രോത്സാഹനം, അത് എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പ്രോത്സാഹനം കൊടുത്തില്ല. അയ്യോ അങ്ങനെ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർന്നു. ചോദിച്ചാൽ നിങ്ങൾ ശത്രുവാണ്. അത് ആര് ചോദിക്കുന്നോ അവര് ശത്രുവാണ്. അതേസമയം കലക്കൻ നന്നായിട്ടുണ്ട്, അടിപൊളി, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഏത് തിന്മക്കും പ്രോത്സാഹിപ്പിക്കാനുണ്ടെങ്കിൽ ഈ ആളുടെ ഫോട്ടോ എടുത്തിട്ട് എന്താ പറയാ പ്രൊഫൈൽ പിക്ചറായിട്ട് വരെ വെക്കും. കാരണം നമ്മളിപ്പോ ഒരു തിന്മ കാണുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് ശരിയാണോ, ഇങ്ങനെയല്ലേ ചെയ്യണ്ടേന്നൊക്കെ അതിപ്പോ ആരാണെങ്കിലും പറയൂലേ. ഇപ്പൊ കൂടെ നിൽക്കുന്നവര്, ഇവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ആരാണെങ്കിലും പറയും. പക്ഷെ ഇവര് ഉള്ള ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ എൻ്റെ മുമ്പിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് തിന്മയല്ല, നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അത് നെഗറ്റീവ് അല്ല, അത് എനിക്ക് പോസിറ്റീവാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എന്തവസ്ഥ, മനസ്സ് ചില സമയങ്ങളിൽ കൈവിട്ട് പോകുന്ന അവസ്ഥ ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാണുന്ന ആളുകൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ സംബന്ധമായിട്ടുള്ള ഇടപാടുകളോ, തലകറക്കം, തലവേദന, മൈഗ്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെയിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഉണ്ടാകാൻ ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ മച്ചമ്പി ആഗ്രഹിക്കുന്നത്, എനിക്ക് നല്ല ജീവിതം വേണം, നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ജീവിതം വേണം, നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കണം, നന്നായിട്ട് നല്ല അണിഞ്ഞൊരുങ്ങിയൊക്കെ എനിക്ക് നടക്കാൻ പറ്റണം, നിങ്ങളുടെ വ്യക്തിക്ക് നടക്കാൻ പറ്റണം, നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ ഇപ്പം അത് ചില വണ്ടികളോട് ഭ്രമം ഉണ്ടാകാം, അതല്ലെങ്കിൽ ചില ഡ്രസ്സുകളോട് ഭ്രമം ഉണ്ടാകാം, ചില ആഭരണങ്ങളോട് ഭ്രമം ഉണ്ടാകാം, അതല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ പോയി കാണാനൊക്കെ ഭ്രമം ഉണ്ടാകും. അതൊക്കെ എനിക്ക് എത്തിപ്പിടിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും, നമ്മളിപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് ആ തെറ്റ് നമ്മളുടെ അടുത്തോട്ട് വരും. മനസ്സിലായോ? ശരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മളുടെ ജീവിതത്തിലോട്ട് ശരി വരും. പക്ഷേ ഈ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ ആഗ്രഹിക്കുന്നത് എന്താ, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും, മറ്റുള്ളവരെ വിഷമിപ്പിച്ചാലും വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും തെന്നി മാറിയാലും പുള്ളിക്ക് നല്ല കാര്യങ്ങൾ വരണം, പുള്ളിക്ക് ജസ്റ്റിസ് കിട്ടണം, പുള്ളിക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തികൾ എല്ലാം ദൈവം തരും. പുള്ളിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ഭാഗത്താണ് ന്യായം. മറ്റുള്ളവരൊക്കെ എൻ്റെ അവസ്ഥ അതായിരുന്നു, എൻ്റെ സിറ്റുവേഷൻ അതായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ അവസ്ഥയും സിറ്റുവേഷനും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ എന്താ പറയുക,
അങ്ങനെയൊക്കെയുള്ള ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ് ഇത്. കാരണം ഇത് പല ആളുകളുടെയും കണ്ണുനീര് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വില തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇവര് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ട ഗതികേടുകൾ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഫിനാൻഷ്യൽ നഷ്ടം, മാനസിക നഷ്ടം, ചില ആളുകൾക്ക് ശാരീരികപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അതല്ലെങ്കിൽ നിങ്ങളുടെ നമ്മളുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഇപ്പൊ ഇന്ന് കടന്നു പോകുന്ന സമയം, ഇന്ന് അതൊരു 5 മിനിറ്റ് ആണെങ്കിൽ ആ 5 മിനിറ്റ് വിലപ്പെട്ടതാണ്. ചില ആളുകൾക്ക് നിങ്ങളുടെ വർഷങ്ങൾ പാഴാക്കി കളഞ്ഞൊരവസ്ഥ വരെ ഈ ആള് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഇതൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇതൊരു മധ്യസ്ഥ ചർച്ച വെച്ച് മധ്യസ്ഥന്മാരെല്ലാരും കൂടി വാളെടുത്ത് തമ്മി തല്ലിയിട്ടുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇനിയും ഒരു മധ്യസ്ഥ ചർച്ചക്കോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിടിച്ചത് തന്നെയാണ് വലുത്. എനിക്ക് ഞാൻ പിടിച്ചത് അതൊരു പ്രവൃത്തിയാണെങ്കിലും വാക്കാണെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കോ ഞാൻ പറയുന്ന പ്രവൃത്തികൾക്കോ വില കിട്ടണം എന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മറ്റുള്ളവര് അതിനനുസരിച്ച് നിന്ന് തരണം. മറ്റുള്ളവര് പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ സ്വഭാവത്തിനോ അനുസരിച്ച് അതിന്റെ സിറ്റുവേഷൻ ബേസ് ആയിട്ട് അവർക്ക് സന്തോഷമുള്ളപ്പോൾ നിങ്ങൾ സന്തോഷമായി പെരുമാറുക, അവർക്ക് സങ്കടമുള്ളപ്പോൾ നിങ്ങൾ അതുപോലെ അയ്യോ പോട്ടെ സാരയില്ല ഞാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കാം. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഇങ്ങനെ തക്കുടു വാവേ പോട്ടെ സാരിയില്ല ഞാനെല്ലാം ചെയ്തോളാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരെ പൂർണ്ണമായിട്ട് സന്തോഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കലക്കൻ എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കലക്കന് പകരം വേറെ പേരുകൾ പറയും. ഓക്കെ. നിങ്ങൾ അന്യഭാഷ നിങ്ങളുടേതായിട്ടുള്ള കൾച്ചർ അല്ലാതെ വേറെ കൾച്ചറിൽ പെട്ട ആരെങ്കിലും ആണോ വ്യക്തിയായിട്ട് കണക്കാക്കി വെച്ചിരിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അന്യ സ്ഥലത്താണോ, അല്ലെങ്കിൽ ഈ വ്യക്തി ലോങ് ഡിസ്റ്റൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമാണോ? ഓക്കെ. എന്തൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും പുറമെ ഇവര് നല്ല ഹാപ്പി ആണെന്ന് മാത്രം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുറമെ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി, എനിക്ക് ഞാൻ ചെയ്ത തീരുമാനങ്ങളും ഞാൻ എടുത്ത കാര്യങ്ങളും എനിക്ക് ശരി മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് എന്ന് പുറം ലോകത്തിനെ അറിയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തായിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നേനെ അങ്ങനെയൊക്കെ പുറം ലോകത്ത് പറയും. അതായത് എത്ര തളർന്നു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു വാക്കുതർക്കത്തിനോ അവരുടെ ന്യായീകരണത്തിനോ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മച്ചമ്പിയാണ് നിങ്ങളുടെ ആള്. ഇപ്പോഴും ഒരു കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുവാണ്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ്. ചിലപ്പോൾ അവര് പറയുന്നതിനനുസരിച്ചായിരിക്കും ഈ വ്യക്തി പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സ് വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ തീരുമാനങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു പ്രവൃത്തി. അതായത് ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ പല കാര്യങ്ങളും എടുത്തു ചാടിയുള്ള തീരുമാനം, എടുത്തു ചാടിയുള്ള പ്രവർത്തികൾ, എടുത്തു ചാടിയുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യുന്ന പരിപാടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വേറെ എന്ത് കാര്യത്തിനെയും ബാധിച്ചാലും എനിക്ക് വിഷയമില്ല എന്നൊക്കെ ആലോചന. കാരണം ഇവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും അത് പുറം ലോകത്തിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ വിജയിക്കും, അതായത് നിങ്ങളുടെ വ്യക്തി വിജയിക്കും, നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലാണ് പല പരിപാടികളും ഉള്ളത്, എൻ്റെ കൂടെ കൂടിയാൽ മറ്റുള്ളവരും വിജയിക്കും, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും നല്ലത് വരും, നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങളുടെ മച്ചമ്പിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ട് വരും എന്നുള്ളൊരു രീതിയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഒരു ഞെരുങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്തോ ഞെരുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതൊന്നും പക്ഷെ പുറം ലോകത്തിന് അറിയിക്കാനായിട്ട് ആഗ്രഹമില്ല. പുള്ളി പറയുന്നതാണ് വലുത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നതാണ് വലുത് എന്നുള്ള രീതിയാണ്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ കർമ്മം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. പല കാര്യത്തിന്റെ പ്രതിഫലം അത് പ്രപഞ്ചം അതിന്റെ ഉത്തരം തരും. അതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.